ഇന്ന് നേരത്തെ പണി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് വൈഫ് പറഞ്ഞത് അവളുടെ കസിൻ്റെ വീട്ടിലത് പോകാമെന്ന്. പോകുന്ന വഴിക്ക് അവളുടെ പാപ്പനെ വിട്ടുന്ന പാപ്പൻ്റെ മകളെയും കൂടെ പിക്ക് ചെയ്യണ്ടായിരുന്നു. അവളെയും കൂട്ടി ഞങ്ങൾ നേരെ പോയത് പെട്രോൾ പമ്പിലേക്കാണ്. അവൾ അവിടെയുള്ള കാര്യം തന്നെ ഞങ്ങൾ അതിൽ വരുമ്പോഴാണ് അറിയുന്നത്. അവൾ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അങ്ങനെ നേരെ പെട്രോൾ അടിക്കാനായിട്ട് വീടിൻ്റെ അടുത്തുള്ള പെട്രോൾ പമ്പ് പോയപ്പം അവിടെയാണെങ്കിൽ ഡീസൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എൻ്റെ വണ്ടി പെട്രോളാണ്, എനിക്ക് അവിടെ നിന്ന് അടിക്കാൻ പറ്റില്ല. നേരെ വിട്ടു പോവാട്ട് പറമ്പിലേക്ക്. അവിടെ നേരെ ഡീസലല്ല പെട്രോൾ അടിച്ചിട്ട് ഞങ്ങൾ നേരെ വിട്ടു അവൻ്റെ വീട്ടിലേക്ക്. അവിടെ പോകണ വഴിക്കാണെങ്കിൽ കുറച്ചൊരു ബ്ലോക്ക് കിട്ടി, അത് പ്രശ്നമാക്കിയില്ലേ. ഞങ്ങൾ പിന്നെ നേരെ വിട്ടു. ഞങ്ങൾ മൂന്നാളോട് വർത്താനൊക്കെ പറഞ്ഞ് ലേശം നേരെ ഇരുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് അവൻ്റെ വീട്ടിൽ. അങ്ങനെ അവിടെ എത്തി നോക്കിയപ്പോൾ അവിടെ ആരും കണ്ടില്ല. അപ്പം 2 ഹോൺ അടിച്ചപ്പോൾ അവൻ നേരെ ഇറങ്ങി വന്നു കേട്ടോ. ഞങ്ങൾ അവിടേക്ക് ചെന്നത് അവന് ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഇവൻ ഈ കാണുന്ന പോലെ ആൾ പുലിയാണ്. പാലക്കാട് കോളേജിലെ ലെക്ചറാണ് കേട്ടോ. ഇവൻ പഠിച്ചതൊക്കെ പഞ്ചാബിലൊക്കെയാണ് കേട്ടോ. പഞ്ചാബിൽ കോയമ്പത്തൂർ അവിടെയൊക്കെയാണ് ഇവൻ പഠിച്ചത്. കോയമ്പത്തൂരുള്ള സ്കൂളിൽ കുറച്ചു കാലം മാഷായിരുന്നു കേട്ടോ ആൾ. എൻ്റെ വൈഫും അവന് ഭയങ്കര ബോണ്ടാണ് കേട്ടോ. അവളങ്ങനെ പലഹാരം എന്തെങ്കിലും ഉണ്ട് എടുക്ക് കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ശർക്കരപ്പേര് എടുത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ സൊറ പറഞ്ഞിരിക്കുമ്പോഴാണ് 2 പേര് കടന്നു വരുന്നത്. അത് വേറെ ആരല്ല, നേരത്തെ കണ്ട പാപ്പനും ആൻറ്റിയും. രണ്ടും നല്ല വൈബ് ടീമാണ് കേട്ടോ. ഇവിടെ പാപ്പനാണ് വേറെ ലെവലാണ് കേട്ടോ. ഇവ പഞ്ചാബിൽ നിൽക്കുമ്പോൾ പഠിച്ച എന്തോ ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കണ്ട് അടുക്കളയിൽ കയറിയതാണ്. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പച്ചമാങ്ങയും തണുത്ത വെള്ളം പഞ്ചസാരയും കൂട്ടി മിക്സിയിലിട്ട് ഒറ്റ അടി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത്. നിങ്ങളിതിന് മുമ്പ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും സാധനം എനിക്ക് ഇഷ്ടമായിട്ടോ. നല്ല അടിപൊളി ജ്യൂസായിരുന്നു. അങ്ങനെ അതെല്ലാം കുടിച്ച് കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു കേട്ടോ. പിന്നെ അധികം നേരം നിന്നില്ല കേട്ടോ. അവിടെ സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവനോട് ടാറ്റയും പറഞ്ഞ് ഞങ്ങളിറങ്ങി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.